എന്നാ മാമണിത്തെ കയറി ഞാൻ ഡ്രസ്സെല്ലാം എടുത്ത് വെക്കുന്നുണ്ടായിന് അവിടെല്ലാം തിരക്കുന്നുണ്ടായിന് ബന്നി ഞാൻ പുറത്ത് റിക്ഷ ഉണ്ടെണ്ണ ബിയക്കിന്ന് അവ ഉൾക്കാട്ടിച്ച് ബിയക്കി ഞാൻ റിക്ഷ നിർത്തിച്ചിട്ട് വാങ്ങിനത് പുറത്തുണ്ട് ഉമ്മ എനിക്ക് ബുക്കാടാൻ മാത്രം ഉണ്ട് ബാക്കിയല്ല ഞാൻ തിരക്കിയിട്ടായി ഞാൻ ബുക്കാട്ടിച്ച് വരുന്ന ആസിമ നിന്നോടും കൂടി ഞാൻ എൻ്റെ മോളെ കൊണ്ടുപോയി ഞാൻ പോന്നു അവ ഇനി ഈടായിട്ട് ചെയ്യുന്ന നിറപ്പിക്കാൻ എനിക്ക് കഴിയാതെ എനിക്ക് അവിടെ ഒരു സമാധാനം കിട്ടുന്നില്ല ഇവിടെ ഓളെ നിറപ്പിച്ച് ജീവിക്കുമ്പോഴത്തേക്ക് ഞാൻ കൊണ്ടുപോന്നു. അയ്യമ്മായി നിങ്ങൾ ഇപ്പം കൊണ്ടുപോയി എത്ര നാള് നിങ്ങളൊക്കെ ഇങ്ങനെ ഒറ്റപ്പെട്ട് ജീവിക്കുക നോക്കാല അപ്പോഴത്തേക്ക് അറിയും ഒരിക്കൽ എൻ്റെ അടുത്തൊക്കെ തന്നെ തിരിച്ചു വരും അപ്പോൾ കാണാം. തിരിച്ച് വരുമോ വരലെന്ന് ഞാനല്ല തീരുമാനിക്കുന്നത് ഓള് തീരുമാനിച്ചോളൂ. അതിനെ വഴക്കിനെ പോലെ ഞാൻ അപ്പം ഞാൻ വരുന്നതാ തിരിച്ച് വരുന്നത് ഞാനല്ല ചിലപ്പോൾ നിങ്ങളായിട്ടുണ്ടാവും എന്നെ അന്വേഷിച്ച് തിരിച്ച് വരുന്നത്. അപ്പോൾ ഇതാര് തിരിച്ച് വരുന്നത് നോക്കാം അതാ അപ്പം ഞാൻ പോന്നു. സംസി നീ എവിടെ പോയിനെ? നീ ഇങ്ങോട്ട് കാണാനുണ്ടായിട്ടില്ലല്ലോ. ഞാൻ വരാഞ്ഞിട്ട് അറിയാത്തത് ഇങ്ങോട്ട് എവിടെ പോയത് നീ? ഹസിയ നിൻ്റെ പേര് ഇവിടെ തന്നെയാണ്. നിൻ്റെ പേര് ഇവിടെയെന്ന് എനിക്കറിയാലോ. എൻ്റെ മൂത്ത വീണ്ടാണ് ഇവിടെ സുലൈക്കഞ്ഞാലിയിട്ട് നിനക്കറിയാമെന്തോ. എൻ്റെ മോൻ്റെ അടുത്താണ് മൂത്തമ്മ. ഞാനങ്ങനെ മൂത്തമ്മൻ്റെ ഇവിടെ വന്നിട്ടുണ്ടായിന്. ഇപ്പോൾ നിന്നോട് കണ്ടിട്ട് എനിക്ക് മനസ്സിലായത് നീ ഇടി. അപ്പോൾ നിൻ്റെ വരാ പിന്നെ എന്താണ് വിശേഷമാണോ? ആണ് എൻ്റെ വര ഇവിടെ തന്നെയാണ്. മീത്തക്കറി മീത്തക്കറിക്ക് പോവാ. പിന്നെ നിന്നെ ആടുന്ന് വന്ന പിന്നെ കാണാനില്ലല്ലോ. ഇപ്പം കണ്ട് ബാ. നീ ആടുന്ന് വന്ന പിന്നെ ആളാകെ മാറിയല്ലോ. നല്ല ഉഷാറായിട്ടുണ്ട് മാഷാ അല്ലാ. പിന്നെ എന്തിനാ അടുത്ത വയസ്സ് എന്തോ നീ അറിഞ്ഞിട്ടുണ്ടാ? ഞാൻ എൻ്റെ ഇടന്ന് ഓന് വേറെ പെണ്ണെല്ലാം കെട്ടീന്. എൻ്റെ ഇടന്ന് കണ്ടിനി ഞാൻ അവിടെ. ഓളെന്തിനാ നിന്നെ പറ കിണറ്റിൻ്റെ അടുത്ത് വെള്ളം കോരാനൊന്നും പോയല്ല. ഇപ്പോൾ ഓന് വെള്ളം കോരിയിട്ട് കൊണ്ടു കൊടുക്കുന്ന പിന്നെ മുറ്റടിക്കൽ എല്ലാം ഓന് മുറ്റടിക്കുന്ന കാണുന്നത്. പിന്നെ വെള്ളം കോരിട്ട് കൊണ്ടുവന്ന് കാണുന്നത് അങ്ങനത്തെ എല്ലാം കാണുന്നത്. പിന്നെ പറ വെള്ളത്തിനൊന്നും വരുന്നില്ല കിണറ്റിൻ്റെ അടുത്ത്. ഞാൻ വിചാരിച്ച് ഓളെ ഇത്രയെല്ലാം ചെയ്തതെല്ലാം മനസ്സിലാക്കട്ടെ, അവനെല്ലാം മനസ്സിലാക്കിയിട്ട് അറിയട്ടെ എന്ന് വിചാരിച്ച്. എനിക്ക് കാണുമ്പോൾ എന്നൊരു ഇത് തമാശ പോലെ തോന്നുന്നുണ്ട്. നീ എല്ലാം അവിടെ എത്ര എല്ലാം പണിയെടുക്കുന്നുണ്ടായിട്ട് ഒരു പരാതി പറയലുണ്ടായിട്ടാലോ. അതെല്ലാം കാണുമ്പോൾ അതുണ്ട് എനിക്ക് ബേജാറാകുന്നുണ്ട്. നിന്നെ അത്രയായിട്ടോ ശിക്ഷ എല്ലാം എടുത്തതല്ലോ വിചാരിക്കുമ്പോൾ. നോക്കണേ മനസ്സിലാക്കട്ടല്ലോ. ഞാൻ ഇത്ര ദിവസമായിട്ട് വന്നിട്ട് കുറേ ആയല്ലോ. ഞാൻ 3-4 മാസമായിട്ട് ഞാൻ വന്നിട്ട് ഞാൻ വിളിച്ചിട്ടൊന്നുമില്ല. ഞാൻ വിളിക്കാനും പോയിട്ടില്ല, എന്തിനും പോയിട്ടില്ല. ഞാൻ അങ്ങോട്ടേന് പോകുന്നില്ല എന്ന് തീരുമാനിച്ചിട്ടാണ് ഞാൻ വന്നത്. ഉമ്മാനോട് പറഞ്ഞിന് ഞാനിവിടെ പണിയെടുത്ത് ജയിച്ചോളൂ, പിന്നെ പോകുന്നില്ല. അന്നെ ആരും പറഞ്ഞിട്ട് അയക്കേണ്ടിയും വേണ്ട, പോകുന്നില്ല എന്ന്. എൻ്റെ ഉമ്മ ഞാൻ പറഞ്ഞ പോലെ ഇതാക്കിയിട്ട് നിന്നിട്ടുണ്ട്. ഞാൻ പോകുന്നില്ലാണ്. എന്തും അനുഭവിക്കട്ടെ. എപ്പം എല്ലാം അറിയും. ഞാൻ ഉമ്മക്ക് പറഞ്ഞെങ്കിൽ ചെറുപ്പത്തിൽ പിന്നെ കിണറുണ്ട്, വെള്ളമുണ്ട്, പിന്നെ കുന്നിൽ പോയിട്ട് കത്തിക്കാൻ ഇങ്ങനെ വിറെല്ലാം പെറുക്കിയിട്ട് കൊടുത്തിട്ട് അതെല്ലാം ഞമ്മക്കൊരു ശീലമായി. ആ പണിയെല്ലാം എടുക്കും. നമുക്ക് അങ്ങനത്തെ ഒരു പണിയൊന്നും ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല അങ്ങനത്തെ പണിയെടുക്കുമ്പോൾക്ക്. അപ്പോൾ ഇന്നത്തെ പെൺപിള്ളേർ അങ്ങനെയല്ല. ഇന്നത്തെ പെൺപിള്ളേർ ജനിച്ചിട്ട് വളരുമ്പോഴത്തേക്ക് അവർക്കെല്ലാം ഉണ്ട്, കറണ്ടും സൗകര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ ഇന്നത്തെ പെൺപിള്ളേർ നമ്മളെപ്പോലെ ഇങ്ങനത്തെ പണിയെടുക്കാനൊന്നും ഇന്നത്തെ പെൺപിള്ളേർക്ക് അറിയാലോ. അവരൊന്നും അത്ര ഒരു കൂട്ടാക്കിയിട്ട് എടുക്കില്ല. അപ്പോൾ അതെല്ലാം മനസ്സിലാക്കട്ടെ. പണ്ടത്തെ ആൾക്കാർ എങ്ങനെയുണ്ട്, ഇന്നത്തെ ആൾക്കാർ എങ്ങനെയുണ്ട്. അപ്പോൾ നമുക്കെല്ലാം ഇതെല്ലാം ഒരു അതൊരു പുത്തിരിയല്ല. പിന്നെ വെള്ളം കൊണ്ടുവരുന്നത്, കുന്നിൽ പോയിട്ട് വെറു കൊണ്ടുവരുന്നത്, ഇങ്ങനത്തെ ഒന്നും നമുക്കൊരു പുത്തിരല്ല. നമ്മൾ ചെറുപ്പത്തിലെല്ലാം പഠിച്ചിട്ട് അതല്ല, നമുക്കതൊന്നും ഇതല്ല. അതൊന്നും എനിക്കൊരു പണിയായിട്ടില്ല, ഒരു കുറച്ചിലായിട്ടില്ല. ഇന്നും ഞാൻ എടുക്കും. അതൊന്നും എനിക്കൊരു കുറച്ചിലൊന്നല്ല. ഒരു മനസ്സാക്ഷിയില്ല, ഒരു മനസ്സിനെ ഇതാക്കി നോക്കുന്നില്ല. അതുമാത്രം എനിക്ക് കുറവുള്ളത്. മനസ്സാക്ഷിയില്ലാത്ത ആ ഒരു സ്വഭാവം മാത്രം എനിക്ക് കുറവുണ്ട്. വേറെ എന്ത് പണിയെടുക്കുന്നതിന് എനിക്കൊരു പ്രശ്നമില്ല. എന്തിന് നമ്മൾ പണിയെടുത്തിട്ട് തിന്നത് നമുക്ക് തടിക്കാം, ആരോഗ്യം ഉണ്ടാവും.
നല്ല പണിയെടുക്കുന്നുണ്ടെങ്കിൽ ശരീരത്തിന് ആരോഗ്യവും ഇതെല്ലാം ഉണ്ടാവും. പിന്നെ ഈ അനങ്ങാതെ ഇരുന്നിട്ട് തിന്നാൽ ഒരു ഗുണവും. അതിനെ ഞാൻ പോകുന്നതിന് കുറേ സമയമെല്ലാം വന്നിട്ട് അവിടെ നിർബായി നോക്കുന്നുണ്ടാവും പിള്ളേരടാ. ഞാൻ ഇൻഷാ അള്ളാ അതിന് എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ വരാം. അവിടെ ഞാൻ വരുന്നത് അതിനെ പോന്ന ആ ഒരിക്കൽ ഇപ്പം എങ്ങനെയെങ്കിലും ഇങ്ങോട്ടൊക്കെ വന്നെങ്കിൽ പാ ആയി പിന്നെന്താക്കാനും പിള്ളേരെ ഇളക്കിയിട്ട് വന്നല്ല. എനിക്കൊരു തെറ്റ് പറ്റിപ്പോയിന. ഞാൻ നിന്നോട് കുറേ ദ്രോഹം ചെയ്തു. അതൊന്നും ഞാൻ നിൻ്റെ മനസ്സൊന്നും ഞാൻ കണ്ടില്ല എന്നൊന്നും. ഇപ്പോൾ എനിക്ക് മനസ്സിലായി നിന്നെപ്പോലെ ആരും കിട്ടാലെന്ന്. ഞാനൊരു പെണ്ണ് കെട്ടിയിട്ട് ഓളും എന്നെ ഇട്ടറിഞ്ഞിട്ട് പോയി. ഞാനോട് ക്ഷമിക്കും. ഓ ഇനി അതും പറഞ്ഞിട്ട് എൻ്റെ മുന്നിൽ വരരുത്. ഞാൻ പറഞ്ഞിട്ടില്ലേ എൻ്റെ അടുത്തേക്ക് വരണ്ട. ഇങ്ങനെയൊന്നും തെറ്റ് പറ്റിയെങ്കിൽ അതിപ്പല്ല ചിന്തിക്കേണ്ടത്, അത് അന്നേ ചിന്തിക്കണമായിരുന്നു. ഈ പോവാൻ നോക്ക്, എനിക്ക് വേറെ പണിയുണ്ട് അവിടെ. എനിക്ക് കുറേ ജോലിയുണ്ട്. പിന്നെ എനിക്ക് നിങ്ങളെ ഈ കുസാരി പറയുന്ന കേൾക്കാനൊന്നും സമയം ഉണ്ടാവല്ല. പോയാലൊക്കെ